2013 സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ സുധിയുടെ വൈഫല്ല. ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു 6-7 വർഷമായി. കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സ്ഡ് ആയത്. അതിന് കാരണം ഈ രേണു തന്നെയാണ്. അത് ഞാൻ പറയാം. പിന്നെ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഞങ്ങൾ ലിവിംഗ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു. സുധി എന്നെ 1 വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത്. എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനത്തെ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യമില്ല. ഈ അടുത്തിടെയാണ് ഇത് പറഞ്ഞത്. ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി, ഞങ്ങള് ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി കാഷ്വലായിട്ട് ചോദിച്ചു, എന്നെ അറിയോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഇവള് ചേച്ചിയോട് പറഞ്ഞു അറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോ ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ പുള്ളിക്കാരത്തി എടുത്ത വായില് പറഞ്ഞ ഡയലോഗ്, അയ്യോ എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ 1 വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവള് കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്റെ അമ്മയുടെ 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. അപ്പൊ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതും പുള്ളി തന്നെയാണ്. ഫീൽഡിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാൽ തന്നെയും ഫീൽഡിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണ്. ഫീൽഡ് എന്ന് പറയുന്നത് മിമിക്രി ആണോ എന്തായിരുന്നു? ഞാൻ മിമിക്രി ഫീൽഡായിരുന്നു. ഞാൻ മിമിക്രി ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ കൂടെയുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് മൊത്തം ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോഴ് അങ്ങനെയാണ് ഞങ്ങൾ മാരേജ് ചെയ്യുന്നതും. മാരേജ് ചെയ്യുമ്പോൾ ഏഷ്യൻറ്റ് നിൽക്കുമ്പോഴാണ് മാരേജ് ചെയ്യുന്നതും. പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്കും. ഇത്ര നാൾ നമ്മളെല്ലാവരും വിചാരിച്ചു വെച്ചിരുന്നത് രേണു സുധി ഉണ്ടെങ്കിൽ കൊല്ലം സുധിയുടെ 2ാമത്തെ ഭാര്യ എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ അതിപ്പോൾ അങ്ങനെ അല്ല എന്നുള്ള രീതിയിലാണ് ഈ പെണ്ണ് വന്നിട്ട് പറയുന്നത്. താനാണ് 2ാമത്തെ വൈഫ്, രേണു സുധി ഉണ്ടെങ്കിൽ 3ാമത്തെ വൈഫ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇത് രേണു സുധിക്കെതിരുണ്ടെങ്കിൽ ഈ പെണ്ണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് സത്യമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ളവരെ സാധാരണ രീതിയിലുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല. കാരണം ഒരാൾ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അയാൾ ഭയങ്കര കുറച്ച് ഫെയിമുള്ള ആളാണെങ്കിൽ അതിനെതിരെ ഒരുപാട് ആൾക്കാർ ഇതേ കണക്ക് വരുന്നതായിരിക്കും. താൻ കാമുകിയാണ്, വൈഫാണെന്നും പറഞ്ഞ് ഒരുപാട് പേര് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പറയും. അതുപോലെ തന്നെ തൻ്റെ പേരും അതോടെ തന്നെ കാര്യങ്ങളൊന്നും ഈ പെൺകുട്ടി ഉണ്ടെങ്കിൽ വെളിപ്പെടുത്തുന്നൊന്നുമില്ല. സോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ പെണ്ണൊരു ഫ്രോഡായിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഇല്ലെങ്കിൽ ഇതിനെപ്പറ്റി വെളിപ്പെടുത്തുന്ന ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ടായിരിക്കും പ്രൈവസിയൊക്കെ ഓർത്തിട്ടായിരിക്കും അതേ കണക്കത്തുള്ള കാര്യം ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരാതിരുന്നാൽ പോരെ. ഇപ്പോൾ അധികം ആൾക്കാരൊന്നും അവരെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ ആൾക്കാർ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു പേരെന്ന് പറയുന്നത് രേണു സുധിയെ പറ്റിയാണ്. വേറെ ആരെ പറ്റി നമ്മളാരും സംസാരിക്കുന്ന പോലുമില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. സോ ഇതേ കണക്കത്തുള്ള ഇതേ കണക്കൊന്ന് സംസാരിക്കുമ്പോഴത്തെ ആൾക്കാർ ഇറങ്ങുന്നതായിരിക്കും ഇത് ആരാന്നറിയാൻ വേണ്ടി. സോ അങ്ങനെ കണ്ടുപിടിക്കുക, അതൊരു പബ്ലിസിറ്റി ആക്കാനുള്ള പ്ലാനാണെന്ന് എൻ്റെ ഒരു വിചാരം. അതല്ലാതെ ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ രേണു സുധിക്കെതിരെ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട ഒരു ആവശ്യമേ ഇല്ല. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടനും അമർത്തുക.